ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള ലോക്സഭാ സമ്മേളനം ആരംഭിച്ചു. ആ ലോക്സഭാ സമ്മേളനം തൊട്ട് ഈ ലോക്സഭാ സമ്മേളനം തീരുന്ന ആഗസ്റ്റ് 12 വരെ കേന്ദ്ര സർക്കാരിനെ, പ്രത്യേകിച്ച് BJPയെ കടന്നാക്രമിക്കാനുള്ള 10 ആയുധങ്ങൾ കരുതി വെച്ചാണ് പ്രതിപക്ഷം സഭയിലെത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കത്താൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വലിയ വിവാദമാകാൻ സാധ്യതയുള്ളത് കാൻവാർ യാത്രയാണ്. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും അടക്കം കാൻവാർ യാത്ര കടന്നു പോകുന്ന ഇരുവശങ്ങളിലുമുള്ള കടയുടമകൾ പേരും ഫോൺ നമ്പറും വെക്കണം, പ്രദർശിപ്പിക്കണം എന്നുള്ള UP സർക്കാരിൻ്റെയും ഒപ്പം ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെയും ഒക്കെ നടപടി ആണ് സഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ NDAയുടെ ഭാഗമായിട്ടുള്ള JDUവും RLDയും ഒപ്പം ചിരാഗ് പാസ്വാന്റെ LJPയും ഒക്കെ ഈ കാൻവാർ യാത്രയിൽ യോഗി ഇറക്കിയ ഉത്തരവിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടി സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കാൻവാർ യാത്ര പ്രതിപക്ഷം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ഒപ്പം തന്നെ നീറ്റ്, മണിപ്പൂർ തുടങ്ങിയ പഴയ വിഷയങ്ങൾ, ബീഹാറിന് പ്രത്യേക പദവി എന്ന JDUവിൻ്റെ ആവശ്യത്തെ പിന്തുണയ്ക്കൽ, ആന്ധ്രാപ്രദേശിന് പ്രത്യേക പാക്കേജ് എന്ന YSR കോൺഗ്രസിൻ്റെ ആവശ്യത്തെ പിന്തുണയ്ക്കൽ, ഒപ്പം തന്നെ ഇത് ബഹളങ്ങളൊന്നുമില്ലാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ GDP, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം തുടങ്ങിയവയെല്ലാം പ്രതിപക്ഷം ആയുധമാക്കും. ഇതിനെല്ലാം മറുപടി പറയേണ്ട ഒരു സാഹചര്യം. ഏതായാലും മണിപ്പൂരിനെ പറ്റിയൊക്കെ കഴിഞ്ഞ സഭാ കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഏതായാലും കത്താൻ സാധ്യതയുള്ള വിഷയം ഇതിൽ കാൻവാർ യാത്ര തന്നെയായിരിക്കും. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ സഭയെ പ്രക്ഷുബ്ധമാക്കിയായിരിക്കും. ഏതായാലും ബഡ്ജറ്റ് സമ്മേളനമാണ്, ബഡ്ജറ്റ് അതിരിക്കാൻ കഴിയില്ല. ബഡ്ജറ്റിൻ്റെ മറ്റു കാര്യങ്ങൾ വരുമ്പോഴേക്കും പ്രതിപക്ഷം മറ്റ് ആയുധങ്ങൾ തേടി ഇറങ്ങിയിട്ടുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.